ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ രണ്ടാം ഘട്ട ബന്ദി കൈമാറ്റവും തുടർ സമാധാന ചർച്ചകൾക്കും ഖത്തറിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യഘട്ട ബന്ദി കൈമാറ്റവും തുടർന്ന് ഫലസ്തീനി ബന്ദികളുടെ മോചനവും കഴിഞ്ഞതിന് ശേഷം വലിയൊരു പ്രതിസന്ധി ഈ ഒരു കോൺഫ്ലിക്റ്റിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഹമാസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല എന്ന് മാത്രമല്ല, തങ്ങൾ ഏത് നിമിഷവും ആക്രമണം പുനരാരംഭിക്കുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അതിനിടയിൽ ഹമാസ് ബന്ദികളെ കൈമാറുന്ന സമയത്തുണ്ടായ വീഡിയോ ഷൂട്ട് ചിത്രീകരണവും ആഘോഷങ്ങളും പാടില്ല എന്ന് ഇസ്രായേൽ ഒരു വാറോല പുറത്തിറക്കി. പക്ഷെ ഇതൊന്നും ഫലസ്തീൻ ജനത കൈകൊണ്ട് ഇത്തരം വാറോലകൾക്കൊന്നും ഫലസ്തീൻ ജനത ചെവി കൊടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഇസ്രായേൽ മോചിപ്പിക്കുന്ന ഫലസ്തീനികളുടെ മോചന സമയത്ത് അവർ ഇത്തരത്തിലുള്ള ആഹ്ലാദങ്ങൾ നടത്താൻ പാടില്ല എന്ന്, ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തിട്ടൂരങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ ഇതിനെയും ഫലസ്തീനികൾ, പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിലെ ജനത മുഖവിലെടുക്കാൻ തയ്യാറായി. തുടർന്ന് വലിയ ആക്രമണങ്ങൾ വെസ്റ്റ് ബാങ്കിനെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിയെങ്കിലും ഫലസ്തീനികൾ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നു. രണ്ടാം ഘട്ട ബന്ദി കൈമാറ്റ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലി സേന പൂർണ്ണമായിട്ടും ഗസയിൽ നിന്നും മാറണമെന്നും ഫിലാൻഡാഫി ഇടനാഴിയിൽ നിന്നടക്കം ഇസ്രായേൽ സേന പിന്മാറണമെന്നുമുള്ള നിലപാടിൽ ഹമാസ് ഉറച്ചു നിന്നു. എന്നാൽ ഇത് സാധ്യമല്ലെന്നും തുടർ ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണെന്നുമാണ് ഇസ്രായേൽ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഇതിനുണ്ടായ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്നുള്ളത്, ഒരു അമേരിക്കൻ പൗരന്മാരുടെ ബന്ദികളായി പിടിക്കപ്പെട്ട് ഹമാസിന്റെ കയ്യിലുള്ള അമേരിക്കൻ ബന്ദികളുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ അമേരിക്ക ഹമാസുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇത് ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കി. ഈ പ്രതിസന്ധി മൂലമാണ് ഇപ്പോൾ ഇസ്രായേൽ രണ്ടാം ഘട്ട സമാധാന കരാറിന്റെ ചർച്ചകൾക്കായിട്ട് ഈ ഖത്തറിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഖത്തറാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്ന മധ്യസ്ഥ രാജ്യം എന്നുള്ളത്. ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസിന്റെ ആളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടുള്ള ഡീലിങ്ങുകൾ, കൃത്യമായിട്ടുള്ള ബന്ദി കൈമാറ്റ കരാറും സമാധാന കരാറും കൊണ്ടുവരുന്നത് ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇസ്രായേലിന് അത്തരമൊരു നിർബന്ധിതാവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഖത്തറിൽ അവരുടെ നയതന്ത്ര പ്രതിനിധികൾ ഖത്തറിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ വെച്ച് രണ്ടാം ഘട്ട സമാധാന കരാർ അത് എത്തരത്തിൽ ഉള്ളതായിരിക്കുമെന്നും, പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമത്തിലേക്കായിരിക്കുമ്പോൾ ബാക്കിയുള്ള ഇസ്രായേലിന്റെ പൗരന്മാരായ ബന്ദികളെ ഹമാസ് ഏത് രീതിയിലാണ് മോചിപ്പിക്കുക, ഇതിന് ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ എന്താണ് എന്നതൊക്കെയാണ് തുടർ ചർച്ചകളിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമം ഗസയിലെ തെരുവുകളിൽ നിന്നും, ഫിലാൻഡാഫി ഇടനാഴിയിലടക്കം, ഈജിപ്തുമായി അതിർത്തി പങ്കെടുത്ത ഫിലാൻഡാഫി ഇടനാഴിയിൽ നിന്നടക്കം ഇസ്രായേലി സേന പൂർണ്ണമായിട്ടും പിന്മാറണം, ഗസയിൽ നിന്നും പിന്മാറണം. തുടർന്ന് അവിടെ അവശ്യ വസ്തുക്കൾ, ഗസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും അത് കടത്തിവിടണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഹമാസ് ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ട ബന്ദി കൈമാറ്റ കരാറുമായിട്ട് ഇസ്രായേൽ സഹകരിക്കാത്ത സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നാൽ അത് ബന്ദികളുടെ ജീവനാപായം ഉണ്ടാകാനുള്ള കാരണമാകുമെന്ന് ഹമാസ് നിലപാട് സ്വീകരിച്ചു. ഹമാസ് അവരുടെ ആദ്യത്തെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇതാണ് രണ്ടാം ഘട്ട ചർച്ചകൾക്കുള്ള സമയപരിധി ലേറ്റാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഹമാസ് ഉറച്ചു നിന്നപ്പോൾ ഇസ്രായേൽ അതിന് വഴങ്ങാൻ തയ്യാറല്ല. പക്ഷെ ഇപ്പോഴും ഇസ്രായേലിന് അത് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കൃത്യമായിട്ട് ഹമാസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ വീണ്ടും ഈ ഒരു സമാധാന ചർച്ചകൾ എത്തി എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും അമേരിക്ക ഇതിനിടയിൽ നടത്തി ഹമാസുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതാണ് ഇസ്രായേലിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. അതുകൂടാതെ തന്നെ ബന്ദികളുടെ ഇപ്പോഴും ഒരു വിഭാഗം ബന്ദികളെ അവിടെ നിന്നും മോചിപ്പിച്ചു. ഈ ബന്ദികളുടെ മോചനം സാധ്യമായതോടുകൂടി തുടർന്ന് ബാക്കിയുള്ള ബന്ദികളുടെ കുടുംബാംഗങ്ങളും അവരെ പിന്തുണക്കുന്നവരും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ടെൽ അവീവിലും ഇസ്രായേലിന്റെ നഗരങ്ങളിലും ഉണ്ടാക്കി. കാരണം ഒരു വിഭാഗം ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നു, അവർ അവരുടെ കുടുംബത്തോടൊപ്പം ചേരുന്നു, അവർ സമാധാനപൂർണമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ തങ്ങളുടെ ബന്ധുക്കൾ, തങ്ങളുടെ കുടുംബാംഗങ്ങൾ
ഇപ്പോഴും ഹമാസിന്റെ കയ്യിലാണ്. അത് അവർക്ക് ജീവനാപായമടക്കമുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും യുദ്ധത്തെ കൊണ്ടുപോയെത്തിച്ചാൽ അത് തങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മൂലം അവരുടെ കുടുംബാംഗങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ടെൽ അവീവിലും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്നു. അവരെ പിന്തുണക്കുന്നവർ രംഗത്ത് വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഭരണകൂട വിരുദ്ധ വികാരം ഇസ്രായേലിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് നിർബന്ധിതനാവേണ്ട സാഹചര്യം ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിനും ഉണ്ടായിരിക്കുകയാണ്. ഇത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് അവരുടെ തൂഫാൻ അക്സക്ക് ശേഷം ഉണ്ടായ ഒന്നാം ദിവസത്തെ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിറവിൽ പറയുന്നുള്ളത്. അതായത് ഹമാസ് അവരുടെ ഒന്നാം ദിവസത്തെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് യമനിലെ അൻസാറുള്ള ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായത്. ആ പ്രതികരണം ഇങ്ങനെയാണ്: 4 ദിവസം വരെ ഞങ്ങൾ കാത്തിരിക്കും. അതായത് യമനിലെ ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്, 4 ദിവസം വരെ ഞങ്ങൾ കാത്തിരിക്കും. ആ 4 ദിവസത്തിനുള്ളിൽ ഗസയിലേക്കുള്ള സമാധാന ശ്രമങ്ങളുമായിട്ട് സഹകരിച്ചില്ല എങ്കിൽ അവിടത്തേക്കുള്ള അവശ്യ വസ്തുക്കൾ, ഗസയിൽ പട്ടിണി മൂലമടക്കമുള്ള മരണങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് UN ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അവിടെ അവശ്യ വസ്തുക്കൾ കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറാണ്. ഇങ്ങനെ ഉപരോധിക്കാനാണ് ഭാവമെങ്കിൽ ചെങ്കടലിൽ വീണ്ടും നരകമാക്കി തീർക്കും. ചെങ്കടൽ നിങ്ങൾ ഉപരോധിക്കും. ഇസ്രായേലിനെതിരെയുള്ള തുടർ നടപടികൾക്ക് തങ്ങളും നിർബന്ധിതരാകുമെന്ന് യമനിലെ അൻസാറുള്ള അഥവാ ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഖത്തറിലേക്ക് പുറപ്പെടുകയും അവിടെ വെച്ച് ഒരു സമാധാന കരാറിന്റെ 2ാം ഘട്ട ബന്ദി കൈമാറ്റവും തുടർന്ന് യുദ്ധവിരാമത്തിലേക്കും നയിച്ചേക്കാവുന്ന 2ാം ഘട്ട ബന്ദി കൈമാറ്റ കരാറും ചർച്ചകളും നടക്കുന്നുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തീർച്ചയായും ഫലസ്തീനിന്റെ സ്വതന്ത്ര പോരാട്ടത്തെ പിന്തുണച്ചുകൊണ്ട് ലോകം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫലസ്തീൻ എന്ന ഗസയെ പൂർണ്ണമായിട്ടും സമാധാന ശ്രമങ്ങൾക്ക് സമാധാനമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് ലോകത്തിന്റെ കൂടി ആവശ്യമായതോടുകൂടി അതുമായിട്ട് ഇസ്രായേൽ സഹകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. തീർച്ചയായും ഗസയുടെയും ഫലസ്തീന്റെയും സമാധാനം തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്.